അത് മദ്രസത്തുൽ ബദറിന്റെയും മീലാദ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇരങ്ങ ഹബീബ് മീലാദ് ബസ് 2025 സൗരനുള്ളിൽ വലകെട്ടിയ ചിരന്തയും അവർക്ക് കാവലേറിയ വരുമണ്ണിൽ കടലിട്ട മഴമേഘങ്ങളും വാവിട്ട് കരഞ്ഞ മദീനത്തെ മിമ്പറും പ്രണയത്തിന്റെ ആശം പറയുന്നു. ജിബ്രീലിന്റെ ചിറകരിപാടുകൾ കേട്ട ജബലപ്പോൾ നീ എത്ര ഭാഗ്യവാൻ. ആ തിരുനെറ്റിയെ ചുംബിച്ച മണൽ തരികളെ നിങ്ങളോട് എനിക്ക് അസൂയ തന്നെയാണ്. ലോകത്തിന്റെ നായകന് പാലൂട്ടിയ ബീബി അലീമ മക്കയിലെ ഭാഗ്യമതി നിങ്ങൾ തന്നെയല്ലേ. പ്രാണനാണ് ഹബീബ്, പ്രണയമാണ് ഹബീബ്, പ്രകാശമാണ് ഹബീബ്, പകരമില്ല ഹബീബിന്. അങ്ങ് റഹ്മത്താണ്, നിഹമത്താണ്, ഖുദറത്താണ്, ജന്നത്താണ്, അമാനത്താണ് യാ റസൂലല്ലാഹ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അന്നത്തെ അംഗത്തിന് വേണ്ടി പൊലിമേലത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ടവർ മുതൽ ഈ നാടിന്റെ ധനാട്ടിൽ ഒക്കെയാണ് ഈ പരിപാടിയുടെ ബലം എന്നത്. പ്രിയപ്പെട്ട പ്രവാസികളടക്കം ഈ പരിപാടിക്ക് കീഴിൽ അണിനിരക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ പ്രിയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ ഈ നാട് വിട്ട്, കൂടി വിട്ട്, കൂട്ടാരെ വിട്ട്, നാട്ടാരെ വിട്ട്, ജീവിതത്തിന്റെ സർവ്വ ആഘോഷങ്ങളും വിട്ട്, ബാധ്യതകളും പേര് ഈ മാമലനാടിന്റെ മരണകത്തോപ്പിൽ നിന്ന് അങ്ങകലെ മണലാരണ്യത്തിലേക്ക് ചേക്കേറിയവരാണ് പ്രിയപ്പെട്ട പ്രവാസികൾ. സ്വയം ഉരുവിത്തീരുന്ന മനുഷ്യരൂപങ്ങൾ പോലെ മെഴുകുന്നത് പോലെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരാണ് പ്രിയപ്പെട്ട പ്രവാസികൾ. അവരുടെ വേതനത്തിൽ നിന്ന് ഒരു വേതനം എത്രയോ വർഷങ്ങളായി ഈ പരിപാടിക്ക് വേണ്ടി അവർ നൽകി വരികയാണ്. ഈ നാടിനെ സാധാരണക്കാർ മുതൽ സാധാരണക്കാർ വരെ പൗരപ്രമുഖർ, ധനാട്യർ, അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചവർ ഒക്കെയും ഈ പരിപാടിക്ക് വേണ്ടി അവരുടെ വേതനത്തിൽ നിന്നൊരു വേതനം എത്രയോ വർഷങ്ങളായി നൽകി വരികയാണ്. ഈ പരിപാടിയുടെ ആഹ്ലാദത്വം പ്രവർത്തിച്ച പലരുമുണ്ട്. ഈ പരിപാടിയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും സഹായിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഈ ജമാഅത്തിന്റെ പൗരപ്രമുഖർ അല്ലാത്തവരുമായി എത്രയോ പേർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ വിഭജനത്തിന് നമ്മുടെ കൂടെയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് പ്രിയപ്പെട്ട സംസൂർ സിയസും അതുപോലെ തന്നെ മുസ്തഫയും. ഒരു പക്ഷേ അല്ലാഹുവിന്റെ വിധി മറ്റൊന്നും ആയിരുന്നെങ്കിൽ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഓടി നടക്കേണ്ടവരായിരുന്നു ഇരുവരും. അവരുടെ ഒക്കെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാണ്. അവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൊണ്ടുമാറാൻ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കും.